ഹലോ, എല്ലാവർക്കും ജാമീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിട്ടുള്ളത് വളരെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് 4 മുട്ടയാണ്. അപ്പോൾ മുട്ടയെ നമുക്കിതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒഴിക്കാം. ഇനി നിങ്ങൾ മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം അരക്കപ്പ് അളവിൽ തൈര് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് മാറിയ തൈര് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനുള്ളത്. ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം ലോ സ്പീഡിൽ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം മെല്ലെ മെല്ലെ വേണം ഹൈ സ്പീഡിലേക്ക് മാറ്റാനായിട്ട്. ആദ്യമേ ഹൈ സ്പീഡിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് മിക്സിയിലും അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാര ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മുട്ട ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതും ഇതുപോലെ ലോ സ്പീഡിൽ ഇട്ടതിന് ശേഷം മെല്ലെ മെല്ലെ വേണം സ്പീഡ് കൂട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം 3 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇട്ട പഞ്ചസാരയിട്ട് നന്നായിട്ടൊന്ന് ബീറ്ററിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ട് മുട്ടയും പഞ്ചസാരയുമായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് മിക്സായി നല്ല ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാനുള്ളത് ഓയിലാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഏതും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാം. പക്ഷേ ഒലിവ് ഓയിലും വെളിച്ചെണ്ണയും ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ ചേർക്കുന്നത് കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലായിരുന്നു ഓയിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ബീറ്റർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തതിന് ശേഷം ബീറ്റർ വെച്ച് തന്നെ നമുക്കൊന്നും കൂടി ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇവിടെ പഞ്ചസാരയും മുട്ടയും ഓയിലും എസൻസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിനെ സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് അളവിൽ മൈദ എടുക്കാം. അതായത് 125 ഗ്രാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദ ഒരു 2 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കുന്നതിലൂടെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇങ്ങനെ ഉപ്പിടുന്നത്. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇത് കുറേശ്ശെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോഴത്തേക്ക് മിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ കട്ടകെട്ടി കിടക്കുകയും ചെയ്യും. അപ്പോൾ കുറേശ്ശെ ഇടുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ വളരെ ഈസിയായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കട്ട കെട്ടുകയില്ല. ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നല്ല ഇഷ്ടമാകും. നമ്മൾ പുറത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മൈദ കൂടി നമ്മുടെ ബാറ്ററിലേക്ക് ഇടുന്നു. എന്നിട്ട് നമുക്കിതുപോലെ മെല്ലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ വളരെ ടൈറ്റായി പോവുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് ചെറു ചൂടുള്ള 1 ടേബിൾ സ്പൂൺ അളവിലെ പാൽ ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിലാണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത്. വിനാഗിരി 1 ടീസ്പൂൺ അളവിലും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് സോഡ എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. പഴകിയതൊക്കെ ആണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒരു കുത്തൽ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് പൊന്തി വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് കേക്കിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് അവസാനമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ബാറ്ററൊക്കെ നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ എണ്ണ നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള
ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യുന്നത് കുക്കറിലാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ എയർ ബബിൾസൊക്കെ ഒന്ന് പൊട്ടി പോകാനായിട്ട് ഇതുപോലെ നമുക്ക് പാത്രത്തിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു തട്ടോ അല്ലെങ്കിൽ ദോശക്കല്ലോ എന്തെങ്കിലും വെക്കുക. ഇവിടെ ഞാൻ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാനുള്ളത്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടും ഓവർ ഹീറ്റായി കരിഞ്ഞു പോകും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ 20-25 മിനിറ്റോളം നമുക്ക് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് കേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ടൈമിൽ ആരും ഇത് തുറന്ന് നോക്കരുത്. ഇനി നമുക്കിതുപോലെ ഒരു ലിഡ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. കുക്കിംഗ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെയിമിൻ്റെ ഹീറ്റിനനുസരിച്ചും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് ഈ ലിഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ സ്പോഞ്ച് കേക്ക് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ കേക്ക് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.